ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് 2025 സെപ്റ്റംബർ മാസത്തിൽ ക്യാമ്പിനായിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ച് ഓർത്ത് കർത്താവിന് സ്തോത്രം. കടന്നു വന്ന എല്ലാ വിശ്വാസികളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ബൈബിളിലെ മുന്നറിയിപ്പുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് ദൈവത്തിൻ്റെ വചനം ബൈബിളിലെ മുന്നറിയിപ്പുകളെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 1945 ഓഗസ്റ്റ് 6 പ്രാധാന്യം നിങ്ങൾക്കറിയാമോ? അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. 1945 ഓഗസ്റ്റ് 6 പ്രാധാന്യം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അണുബോംബ് പൊട്ടി മനുഷ്യൻ മരിക്കുന്നത് ആ ദിവസമാണ്. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ എന്ന നഗരത്തെ ചാമ്പലാക്കിക്കൊണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് മനുഷ്യൻ്റെ മേൽ ആറ്റം ബോംബ് പ്രയോഗിക്കപ്പെട്ട ദിവസമാണത്. ലോകത്തിൻ്റെ ചരിത്രത്തിന് മറക്കാനാവാത്ത ഒരു ദിവസമാണ് 1945 ഓഗസ്റ്റ് 6. എന്നാൽ ആ ഓഗസ്റ്റ് 6 ആറ്റം ബോംബ് പൊട്ടുന്നതിന് മുമ്പ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഹിരോഷിമയുടെ മുകളിൽ ചില ബുക്ക്ലെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ട്രാക്റ്റുകൾ പോലെയുള്ള പേപ്പറുകൾ വിതരണം ചെയ്തിരുന്നു എന്നാണ്. അതിലെഴുതിയിരിക്കുന്നത്, ഇത് ശ്രദ്ധയോടെ വായിക്കണം. ഈ പേപ്പർ ജപ്പാൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ജാപ്പനീസിലും ഇംഗ്ലീഷും എഴുതിയ ആ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഇത് വായിച്ച് ഈ നഗരം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഇത് നിങ്ങളും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അറിയാവുന്ന ഒരു ബന്ധുക്കൾക്കും ഇത് അറിയിക്കണം. ഈ നഗരം വിട്ടുപോകണം എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അത് വായിച്ച് ചില ആൾക്കാർ ആ നഗരം വിട്ടുപോയി. ചിലരതിനെ നിസ്സാരമായിട്ട് എടുത്തു. അമേരിക്കയുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബോംബുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 6 ആ ബോംബ് പൊട്ടി. നിമിഷം കൊണ്ട് തീ ആ നഗരത്തെ മൊത്തമായിട്ടൊരു കുട ഇങ്ങനെ താന്നു വരുന്നത് പോലെ തീ ആ നഗരത്തെ മൊത്തമായിട്ട് അങ്ങനെ വിഴുങ്ങി. അങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ നടന്നപ്പോൾ വലിയ മുന്നറിയിപ്പുകൾ അങ്ങനെ നൽകിയിട്ടുണ്ട്. ചില സ്ഥലത്ത് മുന്നറിയിപ്പ് കൊടുക്കാൻ സമയം കിട്ടാതെ പോയിട്ടുണ്ട്. ഇറ്റലിയിലെ പ്രസിദ്ധമായ ഒരു നഗരം ഉണ്ടായിരുന്നു, പുരാതന ഇറ്റലിയിലെ പോംബി എന്നൊരു മഹാനഗരം. ആ നഗരത്തിൽ ഇന്ന് ലോകത്തിലെ ആർക്കിയോളജിസ്റ്റുകൾ കുഴിച്ചെടുക്കുന്ന മൃതശരീരങ്ങളുണ്ട്. അതായത് ലാവ ഒഴുകി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മേലേക്ക് ലാവ വീണ് അത് അങ്ങനെ തന്നെ ഫോസിലൈസ് ചെയ്യപ്പെട്ട മൃതശരീരങ്ങൾ, അവിടെ കട്ടിലിൽ കിടക്കുന്ന പോലെയുള്ള ആളുകൾ, അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യനെയും അതിവേഗതയിൽ കുതിച്ചെത്തിയ ലാവ അങ്ങനെ മൂടിക്കളഞ്ഞു. അങ്ങനെ ഇറ്റലിയിലെ ആ മഹത്തായ പോംബി നഗരം ഒരു പ്രേത നഗരമായി തീർന്നു. മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട്. പലരും അത് മുഖവിലക്കെടുത്ത് അകലേക്ക് മാറുമ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ കഴിയാറുണ്ട്. ഇതുപോലെ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ അനേകം മുന്നറിയിപ്പുകളുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബൈബിളിലെ ചില പുസ്തകങ്ങളിൽ മുന്നറിയിപ്പുകളുണ്ട്. അതുപോലെ ബൈബിളിലെ ചില അധ്യായങ്ങൾ മുന്നറിയിപ്പുകളുടെ അധ്യായങ്ങളാണ്, വാണിംഗ് പാസേജുകൾ. ബൈബിളിലെ ചില അധ്യായങ്ങൾ അങ്ങനെയാണ്. പഴയ നിയമത്തിലുണ്ട്, അത് പുതിയ നിയമത്തിലുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അതിനെക്കുറിച്ചാണ്. ഈ ബൈബിൾ തരുന്ന മുന്നറിയിപ്പുകൾ അതെന്തൊക്കെയാണ്, അത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളത്, അത് നമുക്ക് ചുരുങ്ങിയ സമയം ശ്രദ്ധിക്കാനായിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാനൊരു 3 തലക്കെട്ടുകളിലായി ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ബൈബിൾ നൽകുന്ന മുന്നറിയിപ്പുകളുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, അതാണ് നമ്മുടെ ആദ്യത്തെ തലക്കെട്ട്. അതുപോലെ രണ്ടാമത്തെ തലക്കെട്ട്, ബൈബിളിൽ പൊതുവായി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്. മൂന്നാമത്തെ തലക്കെട്ട്, എബ്രായ ലേഖനം വിശ്വാസികൾക്ക് നൽകുന്ന 5 മുന്നറിയിപ്പുകൾ. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ 3 തലക്കെട്ടുകളിലായി ഇന്ന് പറയാനുള്ള വിഷയം ഞാൻ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് വിശ്വാസികൾക്ക് ബൈബിൾ നൽകുന്ന മുന്നറിയിപ്പുകളുടെ ഉദ്ദേശം എന്താണ്, ദ പേർപ്പസ് ഓഫ് വാണിംഗ്. എന്തുകൊണ്ടാണ് ദൈവം മുന്നറിയിപ്പുകളെ നൽകിയിരിക്കുന്നത്? മുന്നറിയിപ്പുകളെ കുറിച്ച് ആദ്യമായിട്ട് പറയാൻ നമുക്ക് കഴിയുന്ന ഒരു പ്രസ്താവന, ബൈബിൾ അല്ലെങ്കിൽ ദൈവം മനുഷ്യൻ നൽകിയ മുന്നറിയിപ്പുകൾ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി അല്ല എന്നുള്ളതാണ്. മനുഷ്യനെ ഭയപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ലക്ഷ്യമല്ല. മനുഷ്യനെ ഭയപ്പെടുത്താതെ പകരം മനുഷ്യനെ അവൻ്റെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി വഴിതെറ്റി പോകാതിരിക്കുന്നതിനും ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതിനും അവന് ഭാവി കാലത്ത് വരാൻ പോകുന്ന അപകടങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. ഒരിക്കലും മനുഷ്യനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ലക്ഷ്യമല്ല. ചില മുന്നറിയിപ്പുകൾ വായിച്ചാൽ ഭയം തോന്നും, അങ്ങനെ ഭയപ്പെടുത്തുന്നത് പോലെ തോന്നും. എന്നാൽ ദൈവം പറയുന്നത് അത് ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതല്ല, എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അപകടങ്ങളിലേക്ക് അവൻ പോകാതിരിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം മനുഷ്യരോട് കാണിക്കുന്ന കരുണയാണ്. മറ്റൊന്ന്, മുന്നറിയിപ്പുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, മുന്നറിയിപ്പുകൾ ഒരിക്കലും മനുഷ്യനെ ദൈവം വെറുക്കുന്നത് കൊണ്ടല്ല, മനുഷ്യനെ ദൈവം യഥാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് നൽകുന്നതാണ്. ഇന്ന് നമ്മളാണെങ്കിലും ഒരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമില്ലെന്നാവും. അവർ വിചാരിക്കുന്നത് നമ്മൾക്ക് അവരോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രസംഗം പറയുക, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ പറയുക, അങ്ങനെ ചെയ്യരുത്,
അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യണം, അല്ലെ അത് പറയരുത്, ഇത് പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ വിചാരിക്കുന്നത് നമ്മെ ഇദ്ദേഹത്തിന് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് തോന്നും. എന്നാൽ ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ തോന്നും, ദൈവം ഇങ്ങനെ വല്ലാതെ മനുഷ്യനെ ഹരാസ് ചെയ്യുന്നു, ദൈവം മനുഷ്യനെ ശല്യപ്പെടുത്തുന്നു, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു, അതുപോലെ ഇത് ചെയ്യണമെന്ന് പറയുന്നു, ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുന്നു. അങ്ങനെ ഊണിലും ഉറക്കത്തിലും ദൈവം ഒരു മനുഷ്യൻ അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു പക്ഷേ ചിന്തിക്കാം. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത്. സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒരു മുന്നറിയിപ്പിൻ്റെ ആവശ്യമില്ല. നമ്മളങ്ങനെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാറില്ല, കാരണം നമുക്ക് എല്ലാവരുമായിട്ട് അങ്ങനെ ബന്ധമില്ല. എല്ലാവരുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ കൂടെ പോകുന്ന എല്ലാവരോടും നമ്മളൊന്നും പറയാറില്ല. അതുപോലെ കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കാറില്ല, കാരണം അവർ നമ്മളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമുള്ളവരല്ല. അവരങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ആരും ഒന്നും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. എന്നാൽ ദൈവം എന്തിനാണ് മനുഷ്യൻ മുന്നറിയിപ്പ് നൽകുന്നത്? ദൈവം മുന്നറിയിപ്പ് നൽകുന്നത് മനുഷ്യനെ യഥാർത്ഥമായി ദൈവം സ്നേഹിക്കുന്നുകൊണ്ടാണ്. ദൈവത്തിന് സ്നേഹവും കടപ്പാടും ഇല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ, എല്ലാവരും നരകത്തിലേക്ക് അങ്ങ് പോകട്ടെ എന്ന് ദൈവത്തിന് ചിന്തിച്ചാൽ മതി. എന്നാൽ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം മുന്നറിയിപ്പുകളെ നൽകുന്നത്. അതുപോലെ മറ്റൊന്ന്, ബൈബിളിലെ മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുന്നത് ചില സമയങ്ങളിൽ ദൈവം തൻ്റെ വചനത്തിൽ കൂടെ നമ്മോട് മുന്നറിയിപ്പുകൾ നൽകും, ബൈബിളിൽ കൂടെ മുന്നറിയിപ്പുകൾ നൽകും. ചില സമയങ്ങളിൽ ദൈവം ചില മനുഷ്യരിൽ കൂടെ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകും, അല്ലെങ്കിൽ ചില വിശ്വാസികളിൽ കൂടെ ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകും. മറ്റു ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകും. ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ചില സാഹചര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. ബൈബിളിൽ അങ്ങനെ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ കാണാം, ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ദാനിയേലിൻ്റെ ജീവിതത്തിലും അതുപോലെ പഴയ നിയമത്തിലെ ഈ ശമൂവേലിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ചില സംഭവങ്ങളാണ്. അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ സാധാരണ ദൈവഹിതം കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഓപ്പൺ ഡോർ ക്ലോസ് ഡോർ എന്ന് പറയുന്ന ഒരു പ്രമാണത്തെക്കുറിച്ച് പറയും. അതല്ല ഏക പ്രമാണം, എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ പറയും. ഓപ്പൺ ഡോർ ക്ലോസ് ഡോർ എന്ന് പറഞ്ഞാൽ ചില വാതിലുകളെ ദൈവം അടയ്ക്കുന്നത് ചില സൂചനകളാണ്, ചില വാതിലുകളെ ദൈവം തുറക്കുന്നത് ചില സൂചനകളാണ്. ഇപ്പം ചില വാതിലുകളെ ദൈവം അടയ്ക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ ഞങ്ങൾ 2-3 വട്ടം നിങ്ങളുടെ അടുക്കൽ വരാൻ വിചാരിച്ചു, പക്ഷേ സാത്താൻ ഞങ്ങളെ തടുത്തു എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു പക്ഷേ തെസ്സലോനിക്കയിലുള്ള ചില നിയമങ്ങൾ അവർക്ക് അവിടെ പ്രവേശിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച നിയമങ്ങളായിരിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ യാസോന്റെ പക്കൽ നിന്ന് ഒരു എഴുതി വാങ്ങി അങ്ങനെ ഇവരെ പറഞ്ഞു വിട്ടെന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതായത് ഒരുപക്ഷെ ഇവരെ ഈ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയില്ലെന്ന് ചിലരെ കൊണ്ട് എഴുതി വാങ്ങിയായിരിക്കും അവരെ വിട്ടത്. അപ്പം ചില സ്ഥലങ്ങളിൽ വരുന്ന നിയമങ്ങൾ ചില സൂചനകളായിരിക്കാം. ഒരുപക്ഷെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തൽക്കാലം അവിടെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല, ഞാനും അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം ചില സമയങ്ങളിൽ അങ്ങനെ വാതിലുകൾ അടഞ്ഞു, ആ വാതിലുകൾ തുറന്ന കുറേ കാലങ്ങളുണ്ട്, ചില സമയങ്ങളിൽ അങ്ങ് അടച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതമാണത്. അപ്പോൾ തുറക്കപ്പെട്ട വേറെ ചില വാതിലുകളുണ്ട്. അപ്പോൾ അതൊരു സൂചനയാണ്. അപ്പോൾ ഈ അടഞ്ഞ വാതിലുകൾ എപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കേണ്ട, ചിലപ്പോൾ ദൈവം അടച്ചായിരിക്കാം. എന്നാൽ തുറന്ന വാതിലുകൾ വേറെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കണം, അങ്ങോട്ട് നീങ്ങാനായിട്ട് സാധിക്കണം, അതൊരു സൂചനയായിരിക്കാം. അതുപോലെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളും അങ്ങനെയാണ്. ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങൾ കൂടെ ദൈവം പറയും, അത് വേണ്ട, അങ്ങോട്ട് പോകരുത്, ആ സാഹചര്യങ്ങൾ നമ്മളെ അനുവദിക്കുന്നില്ല അങ്ങോട്ട് പോകാനായിട്ട്. എന്നാൽ വീണ്ടും ഇപ്പം നമുക്കറിയാം, യോനയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ യോനയെ മത്സ്യം വിഴുങ്ങി, അതുപോലെ യോനയെ കടലിലേക്ക് ഇട്ടു, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. ആ സാഹചര്യങ്ങളിൽ നിന്ന് യോനയ്ക്ക് മനസ്സിലായി അത് ദൈവീകതമല്ല, ഇപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു പോകുന്ന വഴികളെ ദൈവം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടച്ചടച്ച് അവസാനം യോനയ്ക്ക് മനസ്സിലായി ആ മത്സ്യം എവിടെയാണ് യോനെ ഛർദ്ദിച്ചിട്ടത്. യോനെ വേറൊരു സ്ഥലത്ത് കൊണ്ട് തിരിച്ചുകൊണ്ട് അവിടെ ഇടുമ്പോൾ വീണ്ടും യോനയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഒരു സാഹചര്യത്തിൽ കൂടെ ദൈവത്തിൻ്റെ ഹിതം യോനയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതുപോലെ ദൈവം ചില സാഹചര്യങ്ങൾ കൂടെ നമ്മോട് പറയും, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്. ചില സംഗതികളിലേക്ക് പോകരുത്, ചില സംഗതികളിലേക്ക് നോക്കരുത്, ചിലത് ചെയ്യരുത്, അങ്ങനെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളുണ്ട്. ഇങ്ങനെയാണ് ദൈവം ചില സമയങ്ങളിൽ മുന്നറിയിപ്പ് തരുന്നത്. മറ്റൊന്ന്, ഈ മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുന്നത് ബൈബിൾ തരുന്ന മുന്നറിയിപ്പുകളാണ് ദൈവം മനുഷ്യന് പ്രതീക്ഷിക്കുന്ന നിലവാരം എത്രയാണെന്ന് കാണിക്കുന്നത്. അത് ചെയ്യരുതെന്ന് ദൈവം പറയുമ്പോൾ ദൈവം എന്താണ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. 10 കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. മനുഷ്യൻ ഏത് നിലവാരത്തിൽ ജീവിക്കണമെന്ന് ദൈവം പഠിപ്പിച്ചു കൊടുത്ത നിലവാരമാണ് 10 കൽപ്പന. അതനുസരിക്കാൻ മനുഷ്യൻ കഴിയുന്നില്ലോ എന്നുള്ളതല്ല, ദൈവം എന്താണ് മനുഷ്യൻ്റെ നിലവാരം, മനുഷ്യ സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കുന്നത്, അതാണ് നിലവാരം. ആ നിലവാരത്തിൽ നമ്മൾ ജീവിക്കണം. നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, അത് നമ്മുടെ പരാജയമാണ്. അപ്പം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ദൈവം വെളിപ്പെടുത്തി വചനത്തിൽ കൂടെ. അപ്പോൾ ഈ മുന്നറിയിപ്പുകളിൽ കൂടെ ദൈവം അതാണ് ചെയ്യുന്നത്. ദൈവം എന്താണ്, വിശ്വാസികൾ എങ്ങനെ ജീവിക്കണമെന്ന് വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളാണ് ഈ മുന്നറിയിപ്പുകളിൽ കൂടെ ദൈവം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ മുന്നറിയിപ്പുകളെ കുറിച്ച് പറഞ്ഞാൽ, ഈ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്ന പൊതുവായ ബൈബിളിലെ മുന്നറിയിപ്പിൻ്റെ വേദഭാഗങ്ങളെക്കുറിച്ച് പറയാം. അടുത്ത തലക്കെട്ടിലേക്ക് നമുക്ക് പോകാം. ബൈബിൾ നൽകുന്ന, പഴയ പുതിയ നിയമങ്ങൾ നൽകുന്ന പൊതുവായ മുന്നറിയിപ്പുകളുടെ ചില വേദഭാഗങ്ങളും അവിടെ നൽകുന്ന ചില മുന്നറിയിപ്പുകളെ കുറിച്ച് മാത്രം നമുക്ക് പറഞ്ഞ് നമുക്ക് 3-ാമത്തെ തലക്കെട്ടിലേക്ക് പോകാം, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ.
രണ്ടാമത് നമ്മളിപ്പോൾ വായിക്കുന്നത് ദൈവം നൽകുന്ന പൊതുവായ മുന്നറിയിപ്പുകൾ. പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന മുന്നറിയിപ്പുകൾ ഇസ്രയേലിന് നൽകിയ മുന്നറിയിപ്പുകളുണ്ട്, വ്യക്തികൾക്ക് നൽകിയ മുന്നറിയിപ്പുകളുണ്ട്, രാജ്യങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പുകളുണ്ട്. ഇപ്പോൾ ബൈബിളിലെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ 17 പുസ്തകങ്ങൾ, ബൈബിളിലെ പഴയ നിയമത്തിലെ 17 പുസ്തകങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണ്. അതിൽ ഈ പ്രവാചക പുസ്തകങ്ങളിൽ എല്ലാ പ്രവാചക പുസ്തകങ്ങളും ഇസ്രായേലിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളല്ല. അവിടെ ചില പ്രവചനങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള മറ്റു ചിലരെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഓബദ്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? ഓബദ്യാവിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ കഷ്ടങ്ങളിലും പീഡനങ്ങളിലും പൊറുതിമുട്ടി യഹൂദന്മാരെ ഓടി രക്ഷപ്പെടുമ്പോൾ വഴിക്കവലകളിൽ നിന്ന് അവരെ കൊല്ലാൻ ശ്രമിച്ച ഏദോമ്യർക്കെതിരെയുള്ള പ്രവചനമാണ്. അതായത് നിന്റെ സഹോദരൻ കഷ്ടകാലത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നീ അവനെ കൊന്നതുകൊണ്ട് നിന്നെ ഞാൻ തകർത്ത് കളയുമെന്ന് ഏദോമിനെതിരെ പറയുന്ന ഒരു പ്രവചനമാണ്, ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ യഹൂദന്റെ കഷ്ടപ്പാടിൽ യഹൂദൻ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുമ്പോൾ അവനെ കൊല്ലരുത്, അവനെ തകർക്കരുത്. നിങ്ങൾക്കറിയാം, ഇപ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം യുദ്ധം ഭയങ്കര പ്രശ്നങ്ങളാണ്, അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. പക്ഷെ ചില രാജ്യങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. അതിലൊരു വലിയ രാജ്യം, ഒരു വളരെ ഉദാഹരണമുള്ള രാജ്യമാണ് യോർദാൻ എന്നൊരു രാജ്യം. ഈ യോർദാൻ യാതൊന്നും മിണ്ടുന്നില്ല, അതിൽ ഒരു പക്ഷത്തും അവരില്ല. ഒരുപക്ഷെ യോർദാൻ ലോത്തിന്റെ മക്കളുടെ നാടായിരിക്കാം. ബൈബിൾ പഠിക്കുന്നവർ അങ്ങനെ പറയും. ലോത്തിന്റെ മക്കള്, അറിയാമല്ലോ ആ മക്കള്. അപ്പൊ അങ്ങനെ ലോത്തിന്റെ പെൺമക്കളിലുണ്ടായ ആ സന്തതികൾ പരമ്പരയായിരിക്കാം ഇവരൊരു പക്ഷേ ഇപ്പോൾ യാക്കോബിന്റെ മക്കൾക്കെതിരെ ഒന്നും നിൽക്കുന്നില്ലെന്നുള്ളത് അവർക്കൊരു ഗുണമാണിപ്പോൾ. അങ്ങനെ യോർദാൻ യുദ്ധത്തിന് കൂടുന്നില്ല, അവർ ഒരു പക്ഷം പിടിക്കുന്നില്ല. അവർ ന്യൂട്രലായിട്ട് നിൽക്കുകയോ യഹൂദനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ മുകളിൽ കൂടെയാണ് യഹൂദന്റെ മിസൈലുകൾ മറ്റേ രാജ്യത്തേക്ക് പോയത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഗുണമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ലോത്തിന്റെ മക്കള് ഒബദ്യാവിന്റെ കാലത്ത് യഹൂദനെതിരെ പ്രവർത്തിച്ചതാണ് അവരെ തകർക്കപ്പെടാൻ കാരണമായി തീർന്നത്. അപ്പോൾ ഇങ്ങനെ ചില ബൈബിളിലെ മുന്നറിയിപ്പുകൾ യഹൂദനല്ല ചില രാജ്യങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പുകളുണ്ട്, അതുപോലെ ഇസ്രായേലിനെതിരെയുള്ള മുന്നറിയിപ്പുകളുണ്ട്, അതുപോലെ ചില വ്യക്തികൾക്കെതിരെയുള്ള മുന്നറിയിപ്പുകളുണ്ട്. ദാവീദിനെതിരെയുള്ള മുന്നറിയിപ്പ് നമുക്ക് വായിക്കാൻ സാധിക്കും നാഥാന്റെ പ്രവചനത്തിൽ കൂടെ. അങ്ങനെ വ്യക്തികൾക്ക് ഉള്ള മുന്നറിയിപ്പുകൾ, അതുപോലെ ഇസ്രായേലിനുള്ള മുന്നറിയിപ്പുകൾ, അല്ലെങ്കിൽ യഹൂദയ്ക്കുള്ള മുന്നറിയിപ്പ്, അതുപോലെ ലോകത്തിലെ ചില രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പുകൾ ഇത് പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭകൾക്കുള്ള മുന്നറിയിപ്പുകളുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെ മുന്നറിയിപ്പ്. വെളിപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങളിലെ 7 സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളിലുള്ള മുന്നറിയിപ്പുകൾ സഭകൾക്കുള്ള മുന്നറിയിപ്പുകളാണ്. ഇതിനെക്കുറിച്ചാണ് ഇതിൻ്റെ ഈ തലക്കെട്ടിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഓരോ ലേഖനത്തിലും എന്ത് മുന്നറിയിപ്പാണ് സഭകൾക്ക് നൽകിയതെന്ന് ചില ലേഖനങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ മുന്നറിയിപ്പുകളെക്കുറിച്ച് പറയുന്നത് പഴയ നിയമത്തിലൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയതിന് ശേഷം പിന്നീട് ചെറിയൊരു ടൈം ഗ്യാപ്പ് കൊടുത്തു. അതിനുശേഷം ദൈവം അതിനെയൊക്കെ തകർത്ത് കളഞ്ഞു. ഏദോമ്യരൊന്നും ഇന്ന് അഡ്രസ്സില്ല. ഏദോമ്യരെ കുറിച്ച് ഉപദ്യാവിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു. അവർക്ക് പിന്നെ അവരുടെ അഡ്രസ്സില്ല, അവരെക്കുറിച്ച് പിന്നെ നമുക്ക് അറിയില്ല. അതുപോലെ നിനവയിൽ പോയി യോന പ്രസംഗിച്ചത് നമുക്കറിയാം. യോന പ്രസംഗിച്ചവർ മാനസാന്തരപ്പെട്ടു. എന്നാൽ സെഫന്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതെന്താണെന്നറിയാമോ? ഇവർ വീണ്ടും പാപത്തിലേക്ക് പോയി. അവർക്കെതിരെയുള്ള പ്രവചനമാണ് സെഫന്യാവ് വായിക്കുന്നത്. അങ്ങനെ ഈ ദൈവത്തിൻ്റെ ഈ പ്രവചനങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകിയതിന് ശേഷം പിന്നീട് വലിയ ന്യായവിധികൾ ആ ദൈവത്തിൻ്റെ ജനത്തിനെതിരെയും അതുപോലെ തന്നെ ആ രാജ്യങ്ങൾക്കെതിരെയും ഉണ്ടായതായിട്ട് വിശുദ്ധ ബൈബിൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി 6-ാം അധ്യായം എന്താണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി 6, 7, 8, 9 അധ്യായങ്ങൾ ജലപ്രളയത്തിൻ്റെ അധ്യായങ്ങളാണ്. 6-ാം അധ്യായത്തിൽ ജലപ്രളയത്തിൻ്റെ ഒരുക്കങ്ങളാണ്. 7, 8 അധ്യായങ്ങളിൽ പ്രളയമാണ്. 9-ാം അധ്യായത്തിൽ ദൈവം ഒരു ഉടമ്പടി പുതുക്കുന്ന അധ്യായമാണ്. നോഹയുടെ മക്കളുമായിട്ട് ദൈവം ഒരു പുതിയ ഉടമ്പടി അങ്ങനെ പുതുക്കുകയാണ്. അവിടെയാണ് മാംസം ആഹാരമായിട്ട് മനുഷ്യൻ ആദ്യമായിട്ട് ദൈവം നൽകുന്നത്. അന്ന് മുതലാണ് മാംസം കഴിക്കാനുള്ള യോഗ്യതയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഉൽപ്പത്തി 6:13 വായിക്കുമ്പോൾ മുന്നറിയിപ്പാണ്. മാനസാന്തരപ്പെടുന്നത് ഇവരുടെ പാപം അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്നു. അവരെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. നോഹയ്ക്കാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. പിന്നീട് നോഹ പ്രസംഗിച്ചു എന്നാണ് പുതിയ നിയമം പറയുന്നത്. നോഹ ഒരുപാട് വർഷങ്ങൾ പ്രസംഗിച്ചു, അവരാരും മാനസാന്തരപ്പെട്ടില്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ മുന്നറിയിപ്പ് കൊടുത്തു. അതിനുശേഷം 7, 8, 9 അധ്യായങ്ങളിൽ ദൈവം ഭൂമിയിലെ സകല മനുഷ്യരെയും കൊന്നു മുടിച്ചു. അങ്ങനെ ദൈവം പാപത്തിന് പകരം വീട്ടിയതാണ് അടുത്ത 3 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മുന്നറിയിപ്പിന് ശേഷം അവർക്ക് ചിന്തിക്കാനൊരു സമയം, ആ ചിന്തിക്കാനുള്ള സമയത്തിന് ശേഷം അതിഭയാനകമായ ന്യായവിധി. അതിനുശേഷം പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സോദോം ഗൊമോറ നശിപ്പിക്കുന്നത് അത് അബ്രഹാമിനോട് പറയുന്നുണ്ട്, അതുപോലെ ലോത്തിനോടും പറയുന്നുണ്ട്. നശിപ്പിക്കാനായിട്ട് പോവുകയാണ്, ജനത്തോട് പറയുന്നില്ല. എന്നാൽ അവിടെയും ഒരു മുന്നറിയിപ്പ് ദൈവമക്കൾക്ക് ദൈവം കൊടുത്തു. അതിനുശേഷം സോദോം ഗൊമോറ ദൈവം അങ്ങനെ തീയും ഗന്ധവും കൊണ്ട് അങ്ങനെ ചാമ്പലാക്കി. ഇന്നും അതിൻ്റെ ശേഷിപ്പുകൾ ഇസ്രായേലിൽ പോകുന്നവർ കാണാൻ പോകാറുണ്ട്. കാരണം ഒരു നിത്യസ്മാരകമാണ്. ദൈവത്തോട് മറുതലിക്കുന്ന മനുഷ്യന്റെ മറുതലിപ്പിന് ദൈവം നൽകുന്ന പ്രതികാരം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന്
മാഞ്ഞു പോകാതെ അവൻ്റെ മനസ്സുകളിൽ ഇങ്ങനെ പതിപ്പിച്ച ന്യായവിധിയുടെ തീരാത്ത അടയാളപ്പെടുത്തലുകളാണ് ഈ സോദോം ഗൊമോറയിൽ കാണുന്നത്. അപ്പൊ അത് ദൈവത്തിന്റെ ന്യായവിധി പിന്നീടുണ്ടായി. അതുപോലെ ആമോസിന്റെ പുസ്തകത്തിൽ പ്രവചനമുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ യോനയുടെ പുസ്തകം, അവിടെ മുന്നറിയിപ്പുണ്ട്. അതുപോലെ യെരമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ മുന്നറിയിപ്പുകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ബൈബിളിൽ ഇങ്ങനെ മുന്നറിയിപ്പുകളുടെ വലിയ വലിയ വേദഭാഗങ്ങളുണ്ട്. ആ മുന്നറിയിപ്പുകൾക്ക് എല്ലാ ശേഷവും വലിയ ന്യായവിധിയാണ് പിന്നീട് നടന്നത്. ഇപ്പൊ ഇസ്രായേലിനെ കുറിച്ച് നമുക്കറിയാം. പഴയ നിയമം വായിച്ചാൽ BC 586 യഹൂദന്മാരെ മുഴുവനും ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നതിന് മുമ്പ് എത്ര നാളുകളോളം ദൈവത്തിന്റെ പ്രവാചകന്മാർ ഇവരോട് സംസാരിച്ചു എന്നറിയാമോ? നിങ്ങൾ നമുക്കറിയാം, ബൈബിളൊക്കെ പഠിക്കുന്നവരാണ്. ഈ BC 722 10 ഗോത്രങ്ങളെ അസീറിയക്കാർ പിടിച്ചുകൊണ്ടുപോയത്. BC 722. BC ഏതാണ്ട് 1000 സമയത്താണ് ദാവീദൊക്കെ ഇസ്രായേൽ രാജ്യം ഭരിക്കുന്നത്. അങ്ങനെ BC 1000 ശേഷം ഏതാണ്ട് ഒരു 250 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവര് പാപം ചെയ്തു. ആ 10 ഗോത്രങ്ങൾ പാപം ചെയ്തു. അപ്പൊ അസീറിയക്കാർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ടുപോയി. ഏത് 722 BC 722 BC കഴിഞ്ഞിട്ട് 586 BC ബാക്കി യഹൂദയെ ബാബിലോണിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എത്ര വർഷമുണ്ട്? ഏതാണ്ട് 722 ഏതാണ്ട് 140 വർഷങ്ങൾ. അപ്പോൾ ഈ തെക്കുള്ള രാജ്യത്തെ പിടിച്ചുകൊണ്ടുപോയതിന് വടക്കുള്ള രാജ്യത്തെ പിടിച്ചുകൊണ്ടുപോയി ഏതാണ്ട് 140 വർഷങ്ങൾ വെയിറ്റ് ചെയ്തു. വടക്കുള്ളവരോട് പറഞ്ഞു മാനസാന്തരപ്പെട. കാരണം അവർക്ക് സംഭവിച്ച ഇവർ കാണുന്നുണ്ട്. അവർക്ക് സംഭവിച്ചാലേ ഇവർക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ ഈ ശമര്യർ എന്ന് പറയുന്ന ജാതി ഉണ്ടായതൊക്കെ ആ പോക്കിലാണ്. അങ്ങനെ ഈ ശമരിയാതിയുടെ ജനത്തിനും ഇസ്രായേലിലെ വലിയ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഭിന്നതയ്ക്കെല്ലാം കാരണമായി തീർന്ന ഒരടിമത്തത്തിന്റെ ആരംഭമായിരുന്നു BC 722. അതിനുശേഷം എത്ര പ്രവാചകന്മാർ വന്നു യഹൂദയിൽ പ്രസംഗിച്ചു. അവരോട് പറഞ്ഞു ചെയ്യരുത്. എന്തെല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞു മുഴുവൻ പാപങ്ങൾ ഇവർ ചെയ്തു. മനശ്ശെ പോലുള്ള രാജാവ് ചെയ്ത പാപങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത, ഇസ്രായേലിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പാപങ്ങൾ ആ മനുഷ്യ ചെയ്തു. യഹൂദന്മാരും മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് വിശ്വാസികൾ ചെയ്യില്ല. അന്ന് അവരത് ചെയ്ത പോലെ അങ്ങനെയുള്ള പാപങ്ങൾ വരെ അവരുടെ ജീവിതം സംഭവിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 722 മുതൽ 586 വരെയുള്ള ഏതാണ്ട് 140 ഏകദേശം 140 വർഷക്കാലം ആ സംഭവങ്ങൾ കണ്ടിട്ടും അനേക പ്രവാചകന്മാർ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇവരത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ആ 586 ലാസ്റ്റ് ഈ ബാബിലോണിയ സൈന്യം 3 ട്രിപ്പായിട്ട് വന്ന് ഇവരെ കൊണ്ടുപോയി. 586 പോയി. അങ്ങനെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇവരെ കൂട്ടക്കൊല ചെയ്തു. അവരെ പിടിച്ചുകൊണ്ടുപോയി. ആ കാലം മുതൽ എന്ത് സംഭവിച്ചു? ബൈബിളിൽ പുതിയ നിയമം പറയുന്ന പോലെ ജാതികളുടെ കാലം തുടങ്ങിയെന്നാ പറഞ്ഞത്. ജെറുസലേമിനെ ജാതികൾ ചവിട്ടി മെതിക്കുന്ന ഒരു കാലം BC 586 മുതൽ തുടങ്ങിയെന്നാ പറഞ്ഞത്. നമ്മുടെ കർത്താവിന്റെ കാലത്തും പീലാത്തോസാണ്, യഹോരോദാണ്. അവിടെ യഹൂദന്മാരുടെ ഭരണമല്ല. അതെ, ഇപ്പോഴും യഹൂദന്മാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല ജെറുസലേം. ജാതികളുടെ കാലം തുടങ്ങി 586 മുതൽ. മുന്നറിയിപ്പുകളെ അവഗണിച്ചവർ, അവർക്കൊരിക്കലും മറക്കാനാവാത്ത ന്യായവിധികളുണ്ട്. ദൈവം അവരോട് സംസാരിച്ചു എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മുന്നറിയിപ്പിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചരിത്രം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അനേക മുന്നറിയിപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വരുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഇത് ഞാൻ അത്രയും നേരം പഴയ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മുന്നറിയിപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് ജെറുസലേമിനെ കുറിച്ച് പറഞ്ഞു. യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്ന പോലെ നിങ്ങളെ ചേർക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അവസാനം കർത്താവിനെ സ്വീകരിക്കുന്ന കാലം വരെ അവരിപ്പോഴും അലയുകയാണ്. അവർ നൂറ്റാണ്ടുകളോളം അലഞ്ഞു. അവരിപ്പോഴും അവരുടെ പ്രയാസങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊരു മുന്നറിയിപ്പായിരുന്നു കർത്താവ് നൽകിയത്. അതുപോലെ മത്തായിയുടെ സുവിശേഷം പുതിയ നിയമത്തിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം പരീശന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചിട്ട് കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളാണ്. പ്രധാനമായിട്ട് 4 മുന്നറിയിപ്പുകൾ മത്തായി 23-ാം അധ്യായത്തിൽ കർത്താവ് നൽകുന്നുണ്ട്. പരീശന്മാരെ, കപടഭക്തിക്കാരെ, പരീശന്മാരെ, ശാസ്ത്രിമാരെ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒരു മുന്നറിയിപ്പ് നൽകി. കപടഭക്തി എന്ന് പറയുന്ന അപകടത്തിന് മുന്നറിയിപ്പ് കർത്താവ് നൽകി. അതായത് കർത്താവ് പറഞ്ഞു, വെള്ള തേച്ച ശവക്കല്ലറുകളെ പോലെ പുറമേ വളരെ ഭക്തന്മാരായിട്ട് അഭിനയിക്കുകയും ഉള്ളില് ചീഞ്ഞു നാറുകയും ചെയ്യുന്ന കാപട്യം, അതായിരുന്നു കർത്താവ് നൽകിയ മുന്നറിയിപ്പ്. പുറമേ നല്ല വിശ്വാസിയായിട്ട് അഭിനയിക്കുകയും ഉള്ളിൽ വിശ്വാസികളെ വെറുക്കുകയും അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുകയും അവരെ പുച്ഛിക്കുകയും അവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി ചെയ്യുന്ന അന്നത്തെ പരീശന്മാരെ പോലെ ഇന്നായാൽ അത് കാപട്യമാണ്. കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ് അതാണ്. അതുപോലെ രണ്ടാമത് കർത്താവ് നൽകിയ മുന്നറിയിപ്പാണ് ലീഗലിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്തു? വലിയ ചെറിയ കാര്യങ്ങളിൽ അമിതമായ മുറുകെപ്പിടുത്തം നടത്തുകയും വലിയ വലിയ കാര്യങ്ങളെ അവഗണിക്കുകയും ചെയ്തു എന്നുള്ളതിനെതിരെ കർത്താവ് മുന്നറിയിപ്പ് നൽകി. കർത്താവ് ഇറങ്ങി ജീരക, ചതകുപ്പ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ദശാംശം കൊടുക്കുകയും ന്യായവും കരുണയും തേച്ചു കളയും ചെയ്യുന്നത് അത് അപകടകരമാണ് എന്ന് കർത്താവ് മത്തായി 23 മുന്നറിയിപ്പ് നൽകി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് സഭയിലെ ചില ചടങ്ങുകൾക്ക് പങ്കെടുക്കുകയും ചടങ്ങുകൾക്കെല്ലാം പതിവായിട്ട് വരികയും ചെയ്യുന്നത് അതീവ പ്രാധാന്യത്തോടെ നമ്മൾ കാണുകയും, എന്നാൽ വിശ്വാസികളെ വെറുക്കുകയും
അവരെ ഭിന്നിപ്പിക്കുകയും അവരെ സ്നേഹിക്കാതിരിക്കുകയും അവരെ നമ്മൾ പുച്ഛിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു മാരകമായ ഭാവമായിട്ട് ചിന്തിക്കാതെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതായിരുന്നു പരീക്ഷ നൽകിയ മുന്നറിയിപ്പ്. അത് ഇന്നത്തെ കാലത്ത് വിശ്വാസികൾക്കും ആപ്ലിക്കബിൾ ആയിരിക്കുന്ന, ബാധകമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. മൂന്നാമത് മത്തായി 23 ദൈവം നൽകിയ വേറൊരു മുന്നറിയിപ്പുണ്ട്. അതായത് വലിയ ഭാരങ്ങളെ ദൈവജനത്തിന് മേലെ കെട്ടിവെക്കുക, അതിനുശേഷം ചെറുവിരൽ കൊണ്ടുപോലും അവരെ സഹായിക്കാതിരിക്കുക. അതായത് ഒരു മനുഷ്യന്റെ വേദനകളും സങ്കടങ്ങളും കാണുമ്പോൾ അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ അങ്ങനെ ചിന്തിക്കുകയും അവൻ്റെ വീഴ്ചകൾ കാണുമ്പോൾ അവനെ പിടിക്കാനും അവനെ ശിക്ഷിക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നത് അത് പരീക്ഷൻ്റെ രീതിയായിരുന്നു. 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യൻ അങ്ങനെ 38 വർഷം ഒരു കുളത്തിൻ്റെ കരയിൽ രോഗിയായി കിടക്കുന്നതിനെ സംബന്ധിച്ച് സഹതാപം തോന്നാത്ത യഹൂദന്മാർ 38ാമത്തെ വർഷത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് കിടക്കിയെടുത്ത് വീട്ടിൽ പോകാനായിട്ട് പറഞ്ഞപ്പോൾ അത് ശബത്തിലാണെന്ന് കണ്ടുപിടിച്ച അവരുടെ പരീക്ഷത്വം അതാണ് അവർ ചെയ്തത്. 38 വർഷം ആ കുളത്തിൻ്റെ കരയിൽ തൻ്റെ ആയുസിൻ്റെ നല്ല കാലം മുഴുവനും ആരോരുമില്ലാത്തവനായി അവനെ കുളത്തിൻ്റെ കരയിൽ കിടന്നപ്പോൾ സഹതപിക്കാൻ ആളുകളില്ലായിരുന്നു. അവനെ കണ്ടിട്ടുണ്ട് ഒത്തിരി കാലങ്ങളിൽ. അവനോട് കർത്താവ് ഒന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്നറിയോ, എന്നെ എനിക്ക് ഇങ്ങനെ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല എന്നവൻ പറഞ്ഞു. അവൻ്റെ ജീവിതത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ആരുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. പണ്ട് ഞങ്ങൾ കോഴിക്കോട് സഭയിലായിരുന്ന കാലത്ത് കോഴിക്കോട് കുഷ്ഠരോഗ ആസ്പത്രിയിലാണോ ക്ഷയരോഗ ആസ്പത്രിയിലാണോ എവിടെയോ ട്രാക്ട് കൊടുക്കാനായിട്ട് പോയി. അവിടെ എങ്ങനെ ട്രാക്ട് കൊടുക്കാനായിട്ട് പോയ സമയത്ത് അങ്ങനെ ഇതിങ്ങനെ കൊടുക്കുന്ന സമയം വെയിൽ കൊണ്ടൊരു മനുഷ്യൻ അങ്ങനെ പുറത്തങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു രാവിലെ സമയം. അങ്ങനെ വെയിൽ കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് ട്രാക്ട് കൊടുക്കാൻ വേണ്ടി ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര നാളെ ഇവിടെ വന്നിട്ടെന്ന് പറയും. അതേപോലെ കുറേ നാളെ വന്നിട്ട് എൻ്റെ ശരിക്കും അസുഖം മാറിയതെന്ന് പറയും. എൻ്റെ ശരിക്കും അസുഖം മാറിയതാണ്, പക്ഷേ എൻ്റെ വീട്ടുകാർ എന്നെ കൊണ്ടുപോകാനായിട്ട് വരുന്നില്ല, അവർക്ക് വേണ്ടാന്ന് പറയും. അങ്ങനെ സർക്കാരിൻ്റെ ആസ്പത്രി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ ആഹാരമൊക്കെ കിട്ടും, അവിടെ എവിടെയോ അദ്ദേഹം കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആരുമില്ല, എന്നെ കൊണ്ടുപോകാനില്ല. എന്നിലിരുന്ന ട്രാക്റ്റിൻ്റെ പേര് തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന മിനിസ്ട്രിക്കാർ അടിച്ച ഒരു ട്രാക്റ്റാണ്. എനിക്ക് ആരുമില്ല എന്നുള്ള ട്രാക്റ്റിന് തലക്കെട്ട്. ഞാൻ അതാണ് ഇതിന് കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, എൻ്റെ രോഗം മാറി, പക്ഷേ എന്നെ കൊണ്ടുപോകാൻ എനിക്ക് ആരുമില്ല. കുഷ്ഠരോഗ ആസ്പത്രി ചെന്നാൽ അവിടെ കാണും, കുഷ്ഠരോഗം മാറി മനുഷ്യ കാണും, പക്ഷേ വീട്ടുകാർ കൊണ്ടുപോകത്തില്ല. കാരണം ഒരു കുഷ്ഠരോഗി വീട്ടിലുണ്ടെങ്കിൽ അവിടെ പെൺകുട്ടികളുടെ വിവാഹം ഒരു പക്ഷേ നടക്കാൻ പ്രയാസം വരും. അതുപോലെ തന്നെ അവിടെ ചില വിവാഹങ്ങളോ മറ്റ് ചടങ്ങുകൾക്കോ ഇവരവിടെ കൈയൊക്കെ മുറിഞ്ഞ ആൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ രോഗം മാറി ഒത്തിരി പേരുണ്ട്, പക്ഷേ അവർക്ക് ആരുമില്ല. ഈ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല. എന്നാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന അവന് സൗഖ്യമാക്കി. പക്ഷെ അന്നേരം ചാടി വീണു. അന്നേരം ആളുണ്ട്, അവരെന്താ പറഞ്ഞേ, ഇവിടെ കിടക്കെടുക്കാൻ പാടില്ല, ഇതെന്താണ്, ഇത് ശബത്താണ്, ശബത്തിൽ അങ്ങനെ എടുക്കാൻ പാടില്ല. അതാണ് പരീക്ഷത്ത് എന്ന് പറഞ്ഞാൽ. അതായത് മനുഷ്യന്റെ വേദനകളും സങ്കടങ്ങളും അവന് നിവൃത്തികേടുകളും കണ്ടിട്ട് മനസ്സറിയാത്ത മനുഷ്യര് അവന്റെ ജീവിതത്തിൽ വീഴ്ച പറ്റുമ്പോൾ നമുക്ക് അവനെ പിടിക്കാൻ സമയമുണ്ട്, നമുക്ക് അവനെ വേട്ടയാടാൻ സമയമുണ്ട്, നമുക്ക് അവനെ ചോദ്യം ചെയ്യാൻ സമയമുണ്ട്. പക്ഷെ അവന്റെ സങ്കടങ്ങളിൽ അവന്റെ സങ്കടം കാണാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അവന്റെ വേദനകളിൽ സഹതപിക്കാൻ നമ്മുടെ മനസ്സിൽ യാതൊരു കണ്ണുനീരും ബാക്കിയില്ല. എന്നാൽ അവന്റെ വീഴ്ചകളിൽ പിടിക്കുവാനായിട്ട് നമ്മൾ അങ്ങനെ വെമ്പൽ കൊള്ളുന്നു. ഇതാണ് പരിശുദ്ധം കർത്താവിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ 4ാമത് കർത്താവ് പറഞ്ഞ വേറൊരു പരിശുദ്ധം അല്ലെങ്കിൽ വേറൊരു മുന്നറിയിപ്പ് എന്താണെന്നറിയാമോ? മത്തായി 24 കർത്താവ് പറഞ്ഞു, അവരുടെ പ്രത്യേകത, അവർ ജനത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് അവരുടെ അപകടമാണ്. ജനത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി സ്വയനീതിക്കാരായ പരീക്ഷന്മാരും ശാസ്ത്രിമാരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ജനത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് ബൈബിളിലെ മുന്നറിയിപ്പിന്റെ വിഷയമാണ്. ജനത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയോ സ്വയമഹത്വത്തിന് വേണ്ടിയോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് വെറുതെ പറയുന്നത് കൊണ്ടോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വയമഹത്വത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവരുണ്ട്, സ്വയമഹത്വത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, സഭയിൽ ചില നല്ല കാര്യങ്ങൾ സ്വയമഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ അവർക്കുള്ള മുന്നറിയിപ്പാണ് മത്തായി 23 കൂടെ അതുപോലെ പരീക്ഷന്മാരിലും ശാസ്ത്രിമാരെയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നമ്മുടെ കർത്താവ് നടത്തിയതെന്ന് വായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് ഞാൻ മുമ്പോട്ട് പോകണം. മത്തായി 24 മുന്നറിയിപ്പുകളെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. മത്തായി 24 എന്ന് പറയുന്നത് അവസാന കാലത്തെക്കുറിച്ചുള്ള വലിയ മുന്നറിയിപ്പുകളാണ്. മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13, അതുപോലെ വെളിപ്പാട് പുസ്തകത്തിന്റെ അനേക അധ്യായങ്ങൾ അന്ത്യകാലത്തെക്കുറിച്ചുള്ള വലിയ മുന്നറിയിപ്പുകളാണ്. അത് വിവരിക്കാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. പിന്നെ സഭകൾക്ക് നൽകുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്, അതും കൂടെ പറഞ്ഞാൽ നമുക്ക് 3ാമത്തെ തലക്കെട്ടിലേക്ക് പോകാം. സഭകൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ, റോമാലേഖനം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്താണ് റോമാലേഖനത്തിന് മുന്നറിയിപ്പ്? സുവിശേഷത്തിന്റെ ശക്തിയെ ത്യജിക്കുന്നത് റോമാലേഖനം നൽകുന്ന മുന്നറിയിപ്പാണ്. 1:16-17 വാക്യങ്ങളിൽ സുവിശേഷത്തിന്റെ ശക്തി, ദൈവജനത്തിന്റെ ശക്തിയെ ത്യജിച്ച് വെറുതെ ചടങ്ങുകളും ആചാരങ്ങളുമായിട്ട് ക്രിസ്തീയ വിശ്വാസം അധപ്പതിക്കുന്നതിന് മുന്നറിയിപ്പ് റോമാലേഖനത്തിലുണ്ട്. അതുപോലെ 1 കൊരിന്ത്യരുടെ മുന്നറിയിപ്പ് എന്താണ്? പ്രധാന മുന്നറിയിപ്പ്, ഞാൻ എല്ലാ മുന്നറിയിപ്പല്ല പറയുന്നത്. 1 കൊരിന്ത്യർ 16 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അതിലെ 15 അധ്യായങ്ങളിലും നമുക്ക് അനേക പ്രശ്നങ്ങളെ കാണാൻ സാധിക്കും. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ സഭകളിലെ ഭിന്നതയെക്കുറിച്ച് കാണാൻ സാധിക്കും. 5ാം അധ്യായത്തിൽ അധാർമികതയെക്കുറിച്ച് വായിക്കാൻ സാധിക്കും.
6-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ കേസിനെ കുറിച്ച് വായിക്കാൻ സാധിക്കും. 7-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണത്തെ കുറിച്ച് വായിക്കാം. 8, 9, 10 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗത്തിന്റെ അപകടങ്ങളെ കുറിച്ച് കാണാൻ സാധിക്കും. 11-ാം അധ്യായത്തിൽ അപ്പം നുറുക്കിൽ അയോഗ്യമായി പങ്കെടുക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട്. അതുപോലെ 12, 13, 14 അധ്യായങ്ങളൊന്നും കൂടി ആ ദൈവം നൽകുന്ന കൃപാവരങ്ങളെ തെറ്റായി ഉപയോഗിക്കുന്നുണ്ടുള്ള അപകടങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട്. അതുപോലെ 15-ാം അധ്യായത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ദുരുപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ സഭകളെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അങ്ങനെ 16 അധ്യായങ്ങളിൽ 15 അധ്യായങ്ങളിലും മുന്നറിയിപ്പുകളുടെ അധ്യായങ്ങളാണ്. എന്നാൽ പ്രധാന മുന്നറിയിപ്പ് എന്താണെന്നറിയാമോ? 1 നമ്മൾ വായിക്കുമ്പോൾ സഭകളിലെ ഭിന്നതയുടെ അപകടങ്ങളെക്കുറിച്ച് 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ മുന്നറിയിപ്പുണ്ട്. സഭകളിലെ ഭിന്നത, ഇന്ന് സഭകളിൽ ഭിന്നതയില്ലാത്ത സഭകളിൽ എന്ന് തന്നെ പറയാം. മിക്ക സഭകളിലും ഭിന്നതയാണ്. ആൾക്കാർ പറയും ഭിന്നതയാണ്. ഈ ഭിന്നതയ്ക്കെതിരെ പ്രസംഗിക്കുന്ന ആളുകളെ ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചില വ്യക്തികൾക്ക് അനുകൂലമായിട്ടും ചില വ്യക്തികൾക്ക് പ്രതികൂലമായിട്ടും പ്രശ്നങ്ങളല്ല നമ്മളെ ഭിന്നിപ്പിക്കുന്നത്. ചില വ്യക്തികളുടെ അറ്റാച്ച്മെന്റും ചില വ്യക്തികളുടെ ഇഷ്ടക്കേടുകളുമാണ് പലപ്പോഴും ഭിന്നിപ്പിക്കുന്നത്. പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാം, പക്ഷേ ചില പ്രത്യേക രീതിയിലുള്ള മനോഭാവങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയില്ല. പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള മാനസികമായ അകൽച്ചകളും ആറ്റിറ്റ്യൂഡ് പ്രോബ്ലങ്ങളും മാറുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് പലപ്പോഴും ഭിന്നതകളെ സൃഷ്ടിക്കുന്നത്. അതുപോലെ ഗലാത്യ ലേഖനം വരുമ്പോൾ ഗലാത്യ ലേഖനത്തിനാണ് വായിക്കുന്നത്, മലിനീകരിക്കപ്പെട്ട ഒരു സുവിശേഷത്തിന്റെ അപകടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ പ്രസംഗിച്ചതിന് വ്യത്യസ്തമായി ആര് പ്രസംഗിച്ചാലും അവന് അനാത്മ അല്ലെങ്കിൽ അവന് ദൈവത്തിന്റെ ശാപം എന്ന് പറയുന്ന മുന്നറിയിപ്പ് ഗലാത്യ ലേഖനത്തിലുണ്ട്. അതുപോലെ എഫേസ്യ ലേഖനത്തിലാണെന്ന് പറയുന്നത് സഭയെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളിൽ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുമെന്നാണ് എഫേസ്യ ലേഖനം നൽകുന്ന മുന്നറിയിപ്പ് 3-ാം അധ്യായത്തിൽ. അതുപോലെ തന്നെ ഫിലിപ്പ് ലേഖനത്തിൽ എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ മാതൃകയെ അനുഗമിക്കാതെ പോയാൽ കർത്താവിലുള്ള മാതൃക തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ, അത് അവഗണിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഫിലിപ്പ് ലേഖനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ കൊലോസ്യ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ അറിവിനേക്കാൾ ഉപരി മാനുഷിക ബുദ്ധിക്ക് 1-ാം സ്ഥാനം കൊടുത്താൽ ഉണ്ടാകുന്ന അപകടമാണ് കൊലോസ്യ ലേഖനം നൽകുന്ന മുന്നറിയിപ്പ്. ദൈവത്തിന്റെ ജ്ഞാനം, ബൈബിളാണ് ദൈവത്തിന്റെ ജ്ഞാനം, ബൈബിളിനേക്കാളും നല്ലൊരു ഐഡിയ എനിക്കുണ്ടെന്ന് പറയുന്നതാണ് കൊലോസ്യ ലേഖനം നൽകുന്ന മുന്നറിയിപ്പ്. മാനുഷികമായ ആചാരങ്ങളെ ദൈവത്തിന്റെ വചനത്തിലെ പഠിപ്പിക്കലുകൾക്ക് ഉപരിയായി പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന അപകട ആ കാലത്ത് സംഭവിച്ചു. അതിനെതിരെയുള്ള മുന്നറിയിപ്പാണ്. അതുപോലെ തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക ലേഖനങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും ഒക്കെയുള്ള ദുരുപദേശങ്ങൾക്കുള്ള എതിരെയുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞ് എൻ്റെ 3-ാമത്തെ തലക്കെട്ടിലേക്ക് പോയി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. 3-ാമത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് എബ്രായ ലേഖനം വിശ്വാസികൾക്ക് നൽകുന്ന 5 മുന്നറിയിപ്പുകളെ കുറിച്ച് പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം വിശ്വാസികൾക്ക് നൽകുന്ന 5 മുന്നറിയിപ്പുകൾ, 5 വാർണിംഗ് പാസേജസ് ഇൻ ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് എന്ന് പറയാം. എബ്രായ ലേഖനത്തിലെ 5 മുന്നറിയിപ്പ് വേദഭാഗങ്ങൾ എന്നൊരു തലക്കെട്ട് കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല. 5 വാർണിംഗ് പാസേജസ് ഇൻ ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് എന്നാണ് നമുക്ക് ഇതിൻ്റെ 3-ാമത്തെ നമ്മുടെ തലക്കെട്ട്. അപ്പോൾ ഞാൻ ചുരുക്കമായിട്ട് ഇത് 5 പറയാനായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ആ റെഫറൻസുകൾ പറയാം. റെഫറൻസുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്താണെന്ന് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എബ്രായ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ എബ്രായ ലേഖനത്തിൽ 5 പ്രധാനപ്പെട്ട വേദഭാഗങ്ങൾ, വാക്യങ്ങളല്ല വേദഭാഗങ്ങൾ ബൈബിളിൽ വിശ്വാസികൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകളെ കുറിച്ച്, വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. 1-ാമത്തെ വേദഭാഗം എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഞാൻ വിചാരിക്കും ഇത്രയും നേരം നമ്മൾ ബൈബിൾ വായിച്ചില്ല, അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ ഈ വാക്യം മാത്രമേ നമ്മൾ വായിക്കത്തുള്ളൂ. നമ്മൾ സാധാരണ വിവാഹങ്ങൾക്കൊക്കെ വാക്യസൂചനകൾ നൽകുന്നതല്ല എന്നും പറഞ്ഞൊരു വാക്യം വായിക്കും. അതിപ്പോൾ ഒരു പാരമ്പര്യമായതുകൊണ്ട് അത് മൊത്തം വായിക്കും എല്ലാവരും എന്ന് പറഞ്ഞ പോലെ. വാക്യസൂചനകൾ നൽകാതെ നമുക്ക് ചില കാര്യങ്ങൾ വായിക്കേണ്ടി വരും. പിന്നെ വിവാഹത്തിനൊക്കെ അത് മുഴുവൻ വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പാപമൊന്നുമല്ല. ഒരു സങ്കീർത്തനം വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഏതായാലും ഇത് വായിക്കാം. നമ്മൾ ഇത്ര നേരം വായിച്ചല്ലോ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ, 5 വരെയല്ല 1 മുതൽ 4 വരെ വായിച്ച് നമുക്ക് ബാക്കി ഭാഗങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 2, 1 മുതൽ 4 വരെ എബ്രായ ലേഖനത്തിൽ ദൈവം വിശ്വാസികൾക്ക് നൽകുന്ന 5 മുന്നറിയിപ്പുകളിലെ ആദ്യത്തെ മുന്നറിയിപ്പ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇതാണ് എബ്രായ ലേഖനം വിശ്വാസികൾക്ക് നൽകുന്ന 5 മുന്നറിയിപ്പുകളിലെ ആദ്യത്തെ വേദഭാഗം. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് നമ്മൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതായത് നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകരുത്, അറിയാതെ ദൈവവചനത്തിലെ സത്യങ്ങൾ നമ്മളിൽ നിന്ന് പോകരുത്, അതുപോലെ ദൈവവചനത്തിലെ സത്യങ്ങളിൽ നിന്ന് നാം അറിയാതെ അകന്നു പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ വേദഭാഗത്ത് നമുക്ക് നൽകുന്നത്. അതായത്
ദൈവവചനത്തിലെ സത്യങ്ങളിൽ നിന്ന് നാം അറിയാതെ അകന്നു പോകാനായിട്ടുള്ള അപകട സാധ്യതയുണ്ട്. എബ്രായലേഖനത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. വിശ്വാസത്തിന്റെ പേരിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ വിശ്വാസം ഉപേക്ഷിച്ച് പഴയ പ്രസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച യഹൂദ വിശ്വാസികൾ പറയുകയാണ്, കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളാം. കാരണം എന്താണ്? വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. അതായത് വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു അപകടമാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയും. പതുക്കെ സത്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അങ്ങനെ അപ്രത്യക്ഷമാകും. നാം അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് അങ്ങനെ അകന്നു പോകും. ഈ സത്യങ്ങൾ നാം അറിയാതെ തന്നെ നാം സത്യങ്ങളിൽ നിന്ന് അകന്നു പോകും. കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും, വേറെ ആരെങ്കിലും പറയുമ്പോഴായിരിക്കും നമ്മൾ എവിടെ എത്തിയെന്ന് നാം അന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ അപകടമാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നത്. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വചനത്തിൽ നിന്ന് നാം അങ്ങനെ അകന്നു പോകുന്നത്, അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. വളരെ പതുക്കെ നടക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്. വളരെ നാളുകൾ കൊണ്ടാണ് നമ്മൾ വചനത്തിൽ അങ്ങ് മാറി പോകുന്നത്. ഞാൻ അതിനൊരു ഉദാഹരണം കണ്ട ഒരു കാര്യം പറയാം. ഞാൻ ഈ ഗോവയിലെ ഒരു ഡൊണാപ്പോള എന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾ വന്നിട്ടുള്ളവർക്കറിയാം. ഡൊണാപ്പോള എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഞാൻ അവിടെ ഈ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങിയ ഒരു പാറ ഉണ്ട്, ഒരു പാറ. നമുക്കതിൽ കയറി നിൽക്കാം. സന്ധ്യാസമയത്ത് ആ പാറപ്പുറത്ത് കയറി നിന്നാൽ നമുക്ക് ധാരാളം കാറ്റ് കിട്ടും. അതുപോലെ കപ്പലൊക്കെ കാണാം. നമുക്ക് അത്ര ദൂരേക്ക് കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമാണ് ഡൊണാപ്പോള. ഗോവയിൽ വന്നിട്ടുള്ള വിശ്വാസികളൊക്കെ തന്നെ പോയിട്ടുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഗോവയിൽ എനിക്ക് അറിയാവുന്ന 1-2 സ്ഥലങ്ങളിൽ ഒന്നാണത്. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ എല്ലാവരും കൊണ്ടുപോകുന്ന സ്ഥലമാണ്. എനിക്ക് എല്ലാ സ്ഥലവും അറിയത്തില്ല ഗോവയിലാണെങ്കിലും, ഇങ്ങനെ 1-2 സ്ഥലം അറിയാം. അപ്പോൾ ഇവിടെ ഈ പാറപ്പുറത്ത് കയറി നിന്നാൽ ദൂരെ കാണാം. അപ്പോൾ ഞാൻ ഒരിക്കൽ ഈ സന്ധ്യാസമയത്തൊക്കെ പോയി നല്ല കാറ്റൊക്കെ കിട്ടും, നല്ല രസമാണ്. അവിടെ ഒറ്റയ്ക്കൊക്കെ പോയി നല്ല രസമാണ്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പായ് വഞ്ചികൾ കണ്ടിട്ടില്ലേ? പായ് വഞ്ചികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ തുഴയുന്ന വഞ്ചികളും. ഒരു മലയാളി അഭിലാഷ് ടോമി പണ്ട് ലോകം മുഴുവൻ ചുറ്റിയില്ലേ? അപ്പോൾ ഇതുപോലുള്ള പായ് വഞ്ചികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മത്സരമാണ്, എന്താണ് അതിൻ്റെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഞാനൊരിക്കലും ആ ഡൊണാപ്പോള നിൽക്കുമ്പോൾ കണ്ടൊരു കാഴ്ച, ഒരാളിങ്ങനെ ഫൈബർ ചെറിയ ഒരു തോണിയാണ്, അതിൽ ഇതുണ്ട്, ഒരു കാറ്റ് പിടിക്കുന്ന പായുണ്ട്. അതിലിങ്ങനെ പോവുകയാണ് അയാളങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറേ കഴിഞ്ഞപ്പം ഇതങ്ങ് മുങ്ങിപ്പോയി. ഫൈബറായതുകൊണ്ട് മുങ്ങില്ല, വീണ് കിടക്കും. അത് നിവൃത്തം അയാൾക്ക് കഴിയില്ല. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് അറിയോ? ഇതങ്ങ് വീണു, അയാൾ കടലിൽ വീണു. അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പം അത് വളരെ പെട്ടെന്ന് പുറംകടലിലേക്ക് ഒഴുകി പോകുന്ന സാധനം. നമുക്ക് ഒഴുക്ക് കാണാനില്ല കടലിൽ തിരമാലകളല്ലേ ഉള്ളൂ. പക്ഷെ ആ തിരമാലകളിൽ ഈ സാധനം വളരെ പെട്ടെന്ന് പുറംകടലിൽ ഇയാൾ പിടിച്ച് കിടക്കുകയാണ്. അതിങ്ങനെ അങ്ങ് പോവാണ്. അപ്പം ഞാൻ ഓർത്തു, ഇയാൾ തുഴയുന്നുമില്ല, കാറ്റുമില്ല, ഒന്നുമില്ല, വീണ് കിടക്കുന്ന സാധനം കടലൊഴുക്കിൽ, ഒരുപക്ഷെ ചുറ്റൊഴുക്കിൽ ഇത് പുറംകടലിലേക്ക് പോകും. 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്കൊന്ന് അയാളെ പിടിക്കാൻ പറ്റാത്ത അയാളെ അകലേക്ക് പോകും. അത് ഫൈബർ ആയതുകൊണ്ട് അയാൾക്ക് പിടിച്ചു കിടക്കാം. എത്ര പെട്ടെന്ന് അയാൾ ഒഴുകി പോകുന്നത്. ഉടനെ എനിക്കൊന്ന് ഇതൊരു മത്സരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഉടനെ കരയിൽ മോട്ടോർ ബോട്ട് വന്നു, അയാളെ രക്ഷിച്ചു, അയാളെ തിരിച്ചു കൊണ്ടുപോയാൽ. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഒഴുക്കില്ലാത്തൊരു കടലിൽ നമ്മൾ വീണു പോയാൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ വളരെ പെട്ടെന്ന് കടലിലേക്ക് അങ്ങ് പോകും. സുനാമി വന്നപ്പം ഒരു മരത്തിൽ പിടിച്ചു കിടന്ന ഒരാളെ 8000 കിലോമീറ്റർ അകലെ നിന്നാണ് പിന്നീട് അയാളെ കിട്ടിയത്. പണ്ടത്തെ സുനാമിയിൽ ഒഴുകിപ്പോയെന്ന് പറയും. ഏതോ മരം പോയ കൂട്ടത്തിൽ ഒരു കമ്പിൽ മനുഷ്യൻ പിടിച്ചിരുന്നു. പിന്നെ കിട്ടിയ 8000 കിലോമീറ്റർ അകലെയാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യയിലേക്ക് പണ്ട് കാലത്ത് വന്ന മനുഷ്യർ ഈ യൂറോപ്പിൽ നിന്ന് വന്നപ്പം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ആഫ്രിക്കൻ മുനമ്പുകളിൽ കടന്നുപോയ ചില ആൾക്കാർ, അവരെക്കുറിച്ചുള്ള ചില ഈ പണ്ടൊക്കെ കേട്ടില്ലേ, കുപ്പിയിലൊക്കെ ചില മെസ്സേജുകൾ എഴുതി കുപ്പി അടച്ചിട്ട് അത് 1000-കണക്കിന് മൈലുകൾ അതിലുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും കാലത്ത് കിട്ടും. വളരെ പെട്ടെന്നാണ് ഡ്രിഫ്റ്റിംഗ് സംഭവിക്കുന്നത്. വളരെ പെട്ടെന്നാണ്. തുഴയൊന്നും വേണ്ട, പ്രത്യേകിച്ചൊന്നും വേണ്ട, വീണ് കിടന്നോളൂ, കൊണ്ടുപോകും. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് നാം അറിയാതെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം അറിയാതെ അകന്നകന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. 2 സാധ്യതയാണ്. ഒന്ന്, വചനം ഹൃദയത്തിൽ നിന്ന് പോകാം. 2, വചനത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ വചനത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ടുള്ള അപകട സാധ്യതയുണ്ട്. ഇതാണ് എബ്രായലേഖനം നൽകുന്ന ആദ്യത്തെ മുന്നറിയിപ്പ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ കാലം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. കാലം നമ്മൾ സാറിന് പ്രസംഗത്തിൽ പറയും, എന്താണ്, കാലത്തിൻ്റെ മണൽപ്പരപ്പിൽ മായാത്ത കാൽമുദ്ര വധിച്ച് കടന്നുപോയ മഹാന്മാരെ കുറിച്ച് നമ്മൾ പരസ്യബോധത്തിലൊക്കെ പറയും. എന്നാൽ അവരുടെ കാൽപാതൊക്കെ കാലത്തിൻ്റെ മണൽപ്പരപ്പിൽ തിരമാലകൾ മായ്ച്ചു കളഞ്ഞു. എന്നാൽ കാലത്തെക്കുറിച്ച് പറഞ്ഞ, കാലം മുറിവുകൾ മായ്ക്കും, കാലം പലതും മായ്ക്കും. ആ കൂട്ടത്തിൽ കാലം പലപ്പോഴും വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയും. രക്ഷിക്കപ്പെട്ട കാലത്ത് ആവേശത്തോടെ വചന ഹൃദയത്തിൽ സ്വീകരിച്ച എത്രയോ വിശ്വാസികൾ കാലം ഒത്തിരി കഴിഞ്ഞപ്പോൾ വചനം അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയത് അവർ പോലും അറിയാതെ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. നമ്മളറിയാതെ നാം വചനത്തിലെ ചില പ്രമാണങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. നമ്മളറിയാറില്ല. ഇന്നത്തെ കാലത്ത് ഞാൻ ചിന്തിക്കുന്നു, ബൈബിളിലെ പ്രമാണങ്ങളെക്കാൾ കൂടുതൽ സഭയുടെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങി. സഭയുടെ പ്രമാണങ്ങളാണ് ബൈബിളിലെ പ്രമാണങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് ഒരുപക്ഷെ നമ്മൾ പറയാൻ തുടങ്ങി. നമ്മുടെ സഭയുടെ രീതി എന്നുള്ളത് ബൈബിളിലെ രീതിയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കും.
അതൊക്കെ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ പാരമ്പര്യം പറയാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും ചില സഭകൾ പാരമ്പര്യം പറയാൻ തുടങ്ങി. ഇപ്പം നമ്മളാരും ഇവിടെ കോടഞ്ചേരി ക്യാമ്പെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുറത്തെ എനിക്ക് ആരും ബോർഡ് ഞാൻ വായിച്ചില്ല. ചില കടന്നു 101ാമത് കൺവെൻഷൻ, 102ാമത് കൺവെൻഷൻ, 103, അതിലൊരു ക്രെഡിറ്റ് ഉണ്ട്. നമ്മൾക്ക് അങ്ങനെ ക്രെഡിറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പം വെറും കുഴഞ്ഞിരിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കാലം കഴിയും 25ാം ക്യാമ്പ്, 50ാം ക്യാമ്പ്. എന്താണെന്നറിയാമോ? പൊങ്ങച്ചം. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഊറ്റം കൊള്ളുന്ന, വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ നമ്മൾ ഊറ്റം കൊള്ളുന്ന ചില അനാവശ്യമായിരിക്കുന്ന ചില തോന്നലുകളുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കാലം കൊണ്ട് ഒരുപാട് മാറ്റം വരും. നമ്മളൊരു വിഷയം അറിയില്ല. കാലം കൊണ്ട് നമ്മുടെ വസ്ത്രധാരണത്തിൽ മാറ്റങ്ങൾ വന്നു, ആഹാരശൈലിയിൽ മാറ്റം വന്നു. ഇപ്പം ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഭക്ഷണമായി. എന്നാൽ 40 വർഷം മുമ്പ്, 50 വർഷം മുമ്പ് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ എന്തറിയാം, അത് എന്താന്ന് പോലും ആളുകൾക്ക് അറിയില്ലായിരുന്നു. അന്ന് കപ്പ ഇതൊക്കെ തിന്ന് മടുത്ത് വശം കെട്ടിരിക്കുന്നവന് ഈ ഒരു സാധനം ഉണ്ടെന്ന് കേട്ടിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, റഷ്യക്കാരെഴുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ചെസ്റ്റ്നട്ട് വറുത്തത് ഉണക്ക റൊട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള അവൻ്റെ കഷ്ടങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഈ മുടിഞ്ഞ കപ്പ നിന്നും മടുത്തപ്പോൾ അവൻ്റെ ചെസ്റ്റ്നട്ട് വറുത്തത് ഉണക്ക റൊട്ടി ആണെങ്കിലും മതിയായിരുന്നു, പന്നിയിറച്ചി ചുട്ടതെന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ കഷ്ടപ്പാട്. അപ്പം ഞാൻ ഓർക്കും, റഷ്യയിലായിരുന്നെങ്കിൽ ഇപ്പം ടോൾസ്റ്റോയുടെ പുസ്തകങ്ങളോ ചെക്കോവിൻ്റെ പുസ്തകങ്ങളോ മറ്റേ ഡോസ്റ്റോയെവ്സ്കിയുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ ആ കാലത്ത് രോമാഞ്ചം കൊള്ളുമായിരുന്നു അന്ന് അവർ നിന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പം നമുക്ക് കാലം കൊണ്ട് നമുക്ക് ഒരുപാട് ചേഞ്ച് വന്നു. ഇതുപോലെയാണ് വിശ്വാസത്തിൽ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് നമ്മളറിയാതെ തന്നെ. അപ്പോൾ കാലം കൊണ്ട് വചനം എങ്ങനെ മാറി? ഇവിടെ പറഞ്ഞത് നമ്മൾ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് വചനത്തിലെ പ്രമാണങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന നടത്തുന്ന നല്ലതാണ്. അതുപോലെ തന്നെ കാലം കൊണ്ട് ഇങ്ങനെ വരും. മറ്റൊന്ന്, ഒരുപാട് പരിചയം വരുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം കുറയുമ്പോൾ നമ്മളിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി പരിചയം വരും, അതിസ്നേഹം അപ്രിയം എന്നൊക്കെ പറയില്ലേ. അതുപോലെ നമുക്ക് ഒരുപാട് വചനപരിചയം വരുമ്പോൾ അപ്പം നുറുക്കലെ സംബന്ധിച്ച് നമുക്ക് ഭയമില്ലാതെ അപ്പം നുറുക്കലിൽ പങ്കെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ആ ഭയം പോയി, കാലങ്ങൾ പോയി. പക്ഷേ ആദ്യം രക്ഷിക്കപ്പെട്ട കാലത്ത്, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ആദ്യമായി അപ്പനുറുക്കലിൽ പങ്കെടുത്തപ്പോൾ നമ്മുടെ ഹൃദയം പേടിച്ചിട്ടുണ്ട്. ഞാൻ പേടിച്ചിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു വല്ലതും പറ്റിയാലോ. കാരണം ഈ ആഴ്ചത്തെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത വല്ലോ പാപങ്ങളും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. തിങ്കളാഴ്ച മുതൽ ചെയ്തല്ലോ കുറേ, ശനിയാഴ്ച വരെ. തിങ്കളാഴ്ചത്തെ ഓർക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഏറ്റു പറയും, കർത്താവ് ഞാനിങ്ങനെ പാവങ്ങളൊക്കെ ഏറ്റു പറയാണ്, ഇനി അഥവാ വല്ലതും വിട്ടുപോയിട്ട് എന്നെ ദൈവത്തെ തന്നെ കൊല്ലരുത്, എന്നെ ശിക്ഷിക്കരുത്. കാരണം അന്ന് പേടിയാ, ഇത് പേടിയില്ല. കാരണം എന്താ? അത് ഏറ്റു പറഞ്ഞല്ലോ, എല്ലാം ഏറ്റു പറഞ്ഞോ. ഞാൻ പറഞ്ഞല്ലോ, മൊത്തമായി ചെയ്ത എല്ലാ പാവങ്ങളും ക്ഷമിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. പണ്ടാരെ പറഞ്ഞാലേ ഞങ്ങളുടെ എല്ലാ പാവങ്ങളും ക്ഷമിക്കണമെന്ന്. കേട്ട ഒരാൾ പറഞ്ഞു, ഞങ്ങളെ ഉൾപ്പെടുത്തണം, നിന്റെ തന്നെ പറഞ്ഞാൽ മതി, എന്നെ ഞാൻ പറയണമെന്ന്. നമ്മൾ ഞങ്ങളുടെ പാവം ക്ഷമിക്കണമെന്ന് വെറുതെ തട്ടിവിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ കാലം കഴിയുമ്പോൾ എന്ത് പറ്റി? നമ്മുടെ ഭയം പോയി, കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള പേടി പോയി. നമുക്ക് പേടിയില്ല. കാരണം എന്താ? നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എത്രയോ പാവം ചെയ്തിട്ട് നമ്മൾ പങ്കെടുത്തില്ലേ? എനിക്കറിയാം, ഈ അവിശ്വാസികളെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി രഹസ്യ വിവാഹം ചെയ്തിട്ടും അതുപോലെ ദേഹം മുഴുവൻ പച്ച കുത്തിയിട്ട് അപ്പം നുറുക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തമ്മിൽ പിണങ്ങി വഴക്കൂടി സഭയോഗത്തിനൊന്നും അപ്പം നുറുക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരിപ്പം ജീവിച്ചിട്ടുണ്ട്. കർത്താവ് ശിക്ഷിച്ചിട്ടില്ല. അനന്യാസിനെ ഒരു നുണ പറഞ്ഞതിൻ്റെ ഒരു കൊന്നുകളഞ്ഞില്ലേ? ദൈവം ഇപ്പോൾ കൊന്നിട്ടില്ല. അപ്പം നമുക്ക് പേടി പോയി. അന്ന് പേടിയുണ്ടായിരുന്നു. കാരണം എന്താ? അനന്യാസിൻ്റെ ഡെഡ് ബോഡി കാണുന്നവൻ പിന്നെ ഒന്ന് നടുങ്ങും. അനന്യാസിൻ്റെ ഡെഡ് ബോഡി കണ്ടവൻ പിന്നെ നുണ പറയാനൊന്ന് പേടിക്കും. നമ്മൾ പേടിയില്ലാതെ നുണ പറയും. കാരണം എന്താണ്? കാലം പലതിനെയും മാറ്റിക്കളഞ്ഞു. അതുപോലെ അതിപരിചയം നമ്മുടെ ഭയങ്ങളെ നീക്കിക്കളഞ്ഞു. മുന്നറിയിപ്പാണ് ബൈബിൾ പറയുന്നത്. ഒഴുകിപ്പോകാതിരിക്കുക, സൂക്ഷിച്ചുകൊള്ളുക. അടുത്ത മുന്നറിയിപ്പ് എന്താണ്? ബൈബിൾ അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നും വചനം ഒഴുകിപ്പോകുന്നത് നമുക്ക് വരാവുന്ന ചില ജീവിത സമ്മർദ്ദങ്ങളാണ്. ജീവിത സമ്മർദ്ദങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ജീവിത ഭാരങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ പോയി പോകും. ആളുകളെക്കുറിച്ച് പറയാറുണ്ട്, ഒരു പ്രായം വരെ അവർക്ക് കഴിവുകളുണ്ട്, അവസരങ്ങളില്ലാതെ പോകും. എന്നാൽ ഒരു പ്രായം കഴിയുമ്പോൾ ധാരാളം അവസരങ്ങൾ കിട്ടും, പക്ഷേ അവരുടെ കഴിവുകൾ കാണില്ല. അവർക്ക് എല്ലാ പ്രായത്തിലും എല്ലാവർക്കും കഴിവുണ്ടല്ലോ, പക്ഷേ ഒരുപാട് അവസരമുള്ളവരുണ്ട്, അവരെല്ലാവരും കഴിവുള്ളവരല്ല. അതുപോലെ ചില ആളുകൾക്ക് അവസരങ്ങളില്ല, പക്ഷെ ഒരുപാട് കഴിവുള്ളവരുണ്ട്. അങ്ങനെ ആയിപ്പോവും. അങ്ങനെ ഈ ജീവിതത്തിൻ്റെ ചില ഭാരങ്ങളിൽ, ഇപ്പം മാർത്തയെക്കുറിച്ച് പറഞ്ഞാലോ, പലതിനെക്കുറിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്ന മാർത്തയ്ക്ക് ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോയെന്നുള്ളതാണ് ആ വ്യക്തിയെ സംബന്ധിക്കുന്ന പ്രയാസമായി തീർന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ബൈബിളുണ്ട്. എബ്രായ ലേഖനത്തിലെ ആദ്യത്തെ മുന്നറിയിപ്പുകളാണ്, കേട്ട വചനം ഒഴുകിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ അത്രയും പറഞ്ഞ് നിർത്താം. രണ്ടാമത്തെ മുന്നറിയിപ്പ് 3:7 മുതലാണ്. അത് വായിക്കാനായിട്ട് പറ്റത്തില്ല. 3:7 മുതൽ 4:13 വരെയുള്ള വേദഭാഗമാണ് രണ്ടാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്താണെന്ന് അറിയാമോ? ഹൃദയത്തെ കഠിനമാക്കരുത് എന്നാണ്. 3:7 തന്നെ അത് കാണും മിക്കവാറും. ഹൃദയത്തെ കഠിനമാക്കരുത്. നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യം. 3:7 പറയുന്നു, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളിച്ചതുപോലെ നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ രണ്ടാമത്തെ മുന്നറിയിപ്പ് ഹൃദയം കഠിനമാക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പാണ്. ഹൃദയം കഠിനമാകുക. ഈ ഹൃദയം കഠിനമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം കഠിനമാകുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലെ സത്യങ്ങൾ കേൾക്കുമ്പോൾ പ്രതികരണശേഷി ഇല്ലാതെ പോവുക. അതാണ് ഹൃദയം കഠിനമാകുന്നത്. ദൈവവചനത്തിലെ വലിയ വലിയ സത്യങ്ങളെ കേൾക്കുമ്പോൾ അത് നമ്മെ ബാധിക്കുന്നതല്ല, നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യാതെ പോവുക.
വചനം സ്പർശിക്കാതെ വരും. നമ്മൾ ചിലപ്പോൾ ഈ സുവിശേഷ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ അവസാനം ഒരു ആൾട്ടർ കോൾ നടത്തും. അതായത് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ കരങ്ങളെ ഉയർത്തും. അപ്പോൾ പരസ്യയോഗം നടക്കുന്ന ചില അങ്ങാടികളിൽ ചില ആൾക്കാർ കൈവക്കും. അതുപോലെ ചില ആൾക്കാർ അവിടെ എഴുന്നേറ്റിരിക്കും, ചില ആൾക്കാർ കഴിയും വരും. കാരണം എന്താണ്? ആ വചനം അവരുടെ ഹൃദയത്തിൽ ഓളങ്ങളുണ്ടാക്കി, ആ വചനം അവരുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങളുണ്ടാക്കി, ചലനങ്ങളുണ്ടാക്കി. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസികൾ പലപ്പോഴും അതങ്ങനെ അതിനോടൊരു റെസ്പോൺസ് ഇല്ലാതെ പോകും. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്, ഹൃദയങ്ങളെ കഠിനമാക്കരുത് വചനം കേൾക്കുമ്പോൾ എന്ന് പറയുന്നു. ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഇതൊരു എബ്രായ ശൈലിയാണെന്നാണ് പറയുന്നത്. എബ്രായ ശൈലി എന്ന് പറഞ്ഞാൽ ദൈവവചനം കേൾക്കുമ്പോൾ ആ ദൈവവചനത്തോട് പ്രത്യേകിച്ച് ഒരു മമത തോന്നാതിരിക്കുക, ഇഷ്ടം തോന്നാതിരിക്കുക, അവരടുപ്പം തോന്നാതിരിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ പറയാം, നമ്മുടെ വിശ്വാസികൾ തന്നെ പറയാൻ കേട്ടിട്ടുണ്ട്, ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യകാലത്തെ നമ്മുടെ ക്യാമ്പുകളിൽ വിശ്വാസികൾ ഉത്സാഹത്തോടെ ഇരിക്കുകയും ആത്മാർത്ഥമായിട്ട് വരികയും ഇപ്പോഴത്തെ കാലത്ത് ഉത്സാഹം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന, അല്ലെ അങ്ങനെ വരാതിരിക്കുന്നത്? അതിലൊരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം വിശ്വാസികൾക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പരിചയമുള്ളതാണ്. നമ്മളിവിടെ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ നമുക്ക് സഭകളിൽ ക്ലാസ് എടുത്തോ കേട്ടോ ഒക്കെ കുറേ പരിചയമുള്ളതാണ്. എന്നാൽ ആദ്യകാലത്ത് അങ്ങനെയല്ല. ആദ്യകാലത്ത് ഈ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് മുഴുവൻ. അപ്പോൾ നമുക്ക് അന്നെല്ലാം ഭയങ്കര ആകാംക്ഷയാണ്. അന്ന് ക്യാമ്പുകൾക്ക് വരുമ്പോൾ നമ്മൾ കേട്ടില്ലാത്ത വിഷയങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പോൾ തുടങ്ങുമ്പോഴേ അറിയാം അതൊക്കെ ഞാൻ അത്ര കേട്ടതാ, അങ്ങനെ നമുക്ക് തോന്നും. അതുകൊണ്ട് എന്ത് പറ്റും, നമുക്ക് ആ താല്പര്യം അങ്ങനെ പോയി പോകും. ഇത് കുറേ നാൾ വചനം വായിച്ചു കഴിയുമ്പോൾ ഈ പ്രശ്നം പറ്റും. എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ അതൊന്നും വലിയ റെസ്പോൺസുകൾ ഉണ്ടാക്കത്തില്ല, അതൊന്നും വലിയ ചലനങ്ങൾ ഉണ്ടാക്കത്തില്ല. അതാണ് പറഞ്ഞത്, ഹൃദയത്തെ കഠിനമാക്കരുത്. നമ്മുടെ ഹൃദയം സെൻസിറ്റീവ് ആയിരിക്കണം. എന്തിനോട്? വചനത്തോട് സെൻസിറ്റീവ് ആയിരിക്കണം. ഇതിലൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനത്തെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്നുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിൽ വിറയ്ക്കുന്ന മനുഷ്യൻ ദൈവം കടാക്ഷിക്കും. എന്താണ്? അപ്പം വചനത്തെ അതിൻ്റെ മുഖവിലക്കെടുത്ത ആളാണ്, എൻ്റെ ഫേസ് വാല്യൂലെടുത്ത ആളാണ്. ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭയത്തോടെ കേൾക്കുകയാണ്. ഈ പഴയ വായിച്ചു കഴിഞ്ഞാലേ, നമ്മൾ എസ്രായുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, എസ്രായുടെ കാലത്ത് നെഹമ്യാവിൻ്റെ കാലത്തൊക്കെ ബാബിലോണിൽ നിന്ന് തിരിച്ചു വന്ന യഹൂദന്മാരെ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുമ്പോൾ വായിക്കുന്ന ആൾക്കൊരു ഉയർന്ന ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തു. അയാൾ അവിടെ കയറി നിന്ന് വായിക്കുമ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. ജനം ഇതിങ്ങനെ കേട്ടു. അതുപോലെ ഒരു വേദഭാഗത്ത് അവിടെ നിന്നു, വലിയ മഴ പെയ്തു. ഇവരാരും ഇരുന്നില്ല, ഇവരാരും പോയില്ല. അവരങ്ങനെ വിലാപത്തോടുകൂടി ദൈവവചനം കേൾക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? 70 വർഷം ബാബിലോണിലെ വചനമില്ലാത്ത ഊഷരമായിരിക്കുന്ന വർഷങ്ങളാണ് അവരുടെ ഹൃദയത്തിൽ വചനത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാക്കിയത്. കിഴക്കൻ യൂറോപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബൾഗേറിയ, റുമേനിയ, പോളണ്ട് എന്ന് പറയുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു കാലത്ത് ബൈബിൾ നിരോധിക്കപ്പെട്ട കാലങ്ങളുണ്ടായിരുന്നു. അവിടെ ബൾഗേറിയയിലേക്ക് ബൈബിൾ കള്ളക്കടത്ത് നടത്തിയ ചില മനുഷ്യരുണ്ടായിരുന്നു. കള്ളക്കടത്ത് പറഞ്ഞാൽ ബൈബിൾ കൊണ്ടുപോയ ചില മനുഷ്യരുണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞത്, ആ കാലത്ത് ബൾഗേറിയയിൽ ഒരു വിശ്വാസിയെ കണ്ടുമുട്ടി. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള 90-കൾക്ക് മുമ്പിൽ ഗ്ലാസ്നോസ്റ്റും പെരിസ്റ്റോയ്ക്കും വരുന്നതിന് മുമ്പുള്ള കിഴക്കൻ യൂറോപ്പിൽ വിശ്വാസത്തിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലത്ത് പോയൊരു മനുഷ്യനാണ് അദ്ദേഹം. പറഞ്ഞത്, ബൈബിൾ ഞാനൊരു മനുഷ്യനെ കൊടുത്തപ്പോൾ അയാൾ ബൈബിൾ തുറന്ന് വായിച്ചു. എന്താ വായിച്ചെന്നറിയാമോ? അയാൾ സങ്കീർത്തനം വായിച്ചു, 21 സങ്കീർത്തനം വായിച്ചു. അതിൻ്റെ ആദ്യത്തെ വാക്യം വായിച്ചു. വായിച്ചിട്ട് ആ മനുഷ്യൻ കരഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, 25 വർഷം കൂടിയാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ബൈബിൾ നോക്കി വായിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ബൈബിളില്ലായിരുന്നു പറഞ്ഞു. 25 വർഷം കൂടിയാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ബൈബിൾ കിട്ടുന്നത്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് 21 സങ്കീർത്തനത്തിൻ്റെ വാക്യം എൻ്റെ ബൈബിളിൽ നിന്ന് ഞാൻ വായിക്കുന്നത് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കരഞ്ഞു. വചനത്തിന് വേണ്ടിയുള്ള ദാഹം. എന്നാലും നമുക്കറിയാം, ഇന്ന് ഒരുപാട് ബൈബിളുകളുണ്ട്. എല്ലാവരും ബൈബിൾ എടുത്ത് ഒരുമിച്ച് തെറ്റിയാൽ ആൾക്കാരെ ആശുപത്രി കൊണ്ടുപോയി വരുന്ന സാഹചര്യവും ചില സ്ഥലങ്ങളിലുണ്ട്. നമ്മളുള്ളതില്ല. നമ്മൾ ബൈബിൾ വായിക്കുന്നവരാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രതികരണങ്ങൾ ഉണ്ടാക്കണം. അതാണ് കഠിനമാക്കരുതെന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മുന്നറിയിപ്പുകൾ എന്താണെന്ന് മാത്രം പറഞ്ഞു പോവുകയാണ്. 3-ാമത്തെ മുന്നറിയിപ്പ് എബ്രായലേഖനം 6-ാം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പിന്മാറ്റത്തിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. അവിടെ പറയുന്നത്, ഒരാളങ്ങനെ പിന്മാറിപ്പോയാൽ അവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞു, ചുട്ടുകളക അത്രേ അതിൻ്റെ അവസാനമെന്ന്. അവിടെ പറയുന്നത് വിശ്വാസികളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നുള്ള വേദഭാഗം അല്ലത്. പിന്നെ ഞാനിങ്ങനെ ഒറ്റവാദ്യത്തിൽ പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് വാദപ്രതിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന വേദഭാഗമാണ്. എന്നാൽ അവിടെ പറയുന്നത്, ഒരു വിശ്വാസി, കർത്താവിനെ അറിഞ്ഞൊരു വിശ്വാസി പിന്മാറിപ്പോയി കഴിഞ്ഞാൽ അവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ഒരു ചിന്തയാണ്, ഞാൻ ഇങ്ങനെ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഇടയ്ക്ക് ചില ആൾക്കാർ പിന്മാറ്റത്തിൽ പോയി, വിഗ്രഹാരാധനയിലേക്ക് പോയി, പഴയ മതങ്ങളിലേക്കൊക്കെ പോയി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ വിശ്വാസികളല്ലെന്നും പറയാൻ പറ്റില്ല, ആണെന്നും പറയാൻ പറ്റില്ല, നമുക്കറിയില്ല. ഇനി അവർ ഒറിജിനൽ വിശ്വാസികളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ആ വേദഭാഗം ബാധകമാണ്. ചുട്ടുകളയാത്രേ അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ ചുടുമെന്നല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ചുട്ടുകളയുമെന്ന് കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് വിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ അവൻ്റെ പ്രവൃത്തികളെല്ലാം ബന്ധു, അവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കാം, അവൻ സ്വർഗ്ഗത്തിൽ പോകും. പിന്മാറ്റത്തിൻ്റെ അപകടമാണ് 3-ാമത്തെ മുന്നറിയിപ്പ്. 4-ാമത്തെ മുന്നറിയിപ്പ് എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്.
എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 4-ാമത്തെ മുന്നറിയിപ്പിന്റെ വേദഭാഗമാണ്. അതെന്താണെന്നറിയാമോ? മനഃപൂർവ്വമായി പാപം ചെയ്താൽ എന്ന് പറയുന്ന വേദഭാഗമാണ്. അങ്ങനെ തന്നെ പറയുന്നുണ്ട്, മനഃപൂർവ്വമായി പാപം ചെയ്താൽ ഇനി അതിനുവേണ്ടി ഒരു യാഗമില്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തെ മനസ്സിലാക്കിയ ഒരാള്, വിശ്വസിച്ച ഒരാള് മനഃപൂർവ്വമായി പാപം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് എബ്രായലേഖനം 10-ാം അധ്യായത്തിന് 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. അവിടെയും പറയുന്ന ഒരു കാര്യം ഓർക്കണം, മനഃപൂർവ്വമായി ഒരു വിശ്വാസി പാപം ചെയ്യുക. ചില പറയുന്ന ഇവരൊന്നും വിശ്വാസികളല്ലെന്ന് പറയും. അതായത് നാമധേയ കൂട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്, സത്യമല്ല അറിഞ്ഞവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊരഭിപ്രായം. വേറൊരു അഭിപ്രായം എന്ന് പറയുന്നത് അത് ശരിയായ വിശ്വാസികളെ കുറിച്ച് തന്നെയാണ്. എന്നാൽ ആ ഒരു വിശ്വാസി മനഃപൂർവ്വമായി പാപം ചെയ്താൽ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ വിശ്വാസികൾ 2 തരത്തിൽ പാപം ചെയ്യും. ഒന്ന്, തൻ്റെ ജഡത്തിൻ്റെ വൈകല്യം കൊണ്ട്, ബലഹീനത കൊണ്ട് വീണു പോകാം. എന്നാലും മനഃപൂർവ്വമായി പാപം ചെയ്യാം. മനഃപൂർവ്വമായി പാപം ചെയ്യുന്ന വിശ്വാസികൾക്ക് മാനസാന്തരപ്പെടാൻ ചിലപ്പോൾ പ്രയാസം വരും. കാരണം അത് ഞാൻ പ്ലാൻ ചെയ്ത പാപമാണെങ്കിൽ ഞാൻ മാനസാന്തരപ്പെടില്ല. വീഴ്ച പറ്റിയതാണ്, എന്നെ തിരുത്താം. വീഴ്ച പറ്റിയാണ് ഞാനിങ്ങനെ പറ്റിപ്പോയി സവർമാരെ എന്ന് പറയുമ്പോൾ അവർ പറയാം നിനക്ക് പറ്റിപ്പോയി, തെറ്റാണ്, സഭ നടപടിയെടുക്കും, വീഴ്ച പറ്റി തിരുത്തണമെന്ന് പറയാം. പക്ഷേ ഒരാൾ പ്രീ പ്ലാൻഡ് ആണ്. ഈ കോടതികളൊക്കെ ശിക്ഷിക്കുന്നതാണല്ലേ, ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. എന്താ ഗൂഢാലോചനയുടെ പ്രത്യേകത? ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രീ പ്ലാൻഡ് ആണോ ഈ പാവന്നാണ്. ഇപ്പോൾ ഒരു കത്തിക്കുത്തുണ്ടായി, കത്തി എവിടുന്ന് വന്നു? നിനക്ക് എവിടുന്ന് കത്തി കിട്ടി? അപ്പം നീ കത്തി നേരെ കരുതിയിരുന്നു. കത്തി നേരത്തെ കരുതാൻ കാരണം എന്താണ്? നിനക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അത് ഗൗരവമാണ്. എന്നാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായി, ആളുകൾ എന്നെ തല്ലി, അപ്പം ഞാൻ അവിടെ കിടന്നൊരു കല്ലെടുത്ത് എറിഞ്ഞു, പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നത് പ്രീ പ്ലാൻഡ് അല്ല. അപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ കിടന്ന് കല്ലെടുത്ത് എറിഞ്ഞു, പ്രീ പ്ലാൻഡ് അല്ല. അതുപോലെ വിശ്വാസികൾ മനഃപൂർവ്വമായി മദ്യം കഴിക്കുക, മനഃപൂർവ്വമായി വ്യഭിചാരം ചെയ്യുക, മനഃപൂർവ്വമായി അവിശ്വാസികളൊരു പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ട് പാപം ചെയ്യുക, അതുപോലെ തന്നെ മനഃപൂർവ്വമായി സഭയിൽ ഭിന്നത ഉണ്ടാക്കുക, മനഃപൂർവ്വമായ വിശ്വാസികളിൽ വഴക്കുണ്ടാക്കുക, ഇങ്ങനെ മനഃപൂർവ്വമായ പാപങ്ങൾ അപകടകരമായ പാപങ്ങളാണ്. ബൈബിൾ പറയുന്നു, മനഃപൂർവ്വമായി പാപം ചെയ്താൽ ഇതിന് പാപങ്ങൾക്ക് വേണ്ടി യാഗമില്ല, ദൈവത്തിന് ന്യായവിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുള്ള 4-ാമത്തെ മുന്നറിയിപ്പ്. 5-ാമത്തെ മുന്നറിയിപ്പും കൂടെ പറഞ്ഞ് ഞാൻ വേദഭാഗം നിർത്തട്ടെ. 5-ാമത്തെ മുന്നറിയിപ്പ് എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ചിന്തിക്കുന്നു, ഇതിൽ ഓരോ മുന്നറിയിപ്പുകളും ഓരോ ക്ലാസ്സുകൾക്ക് മാത്രം നമുക്ക് ഒരു ക്യാമ്പിൻ്റെ വിഷയം തന്നെയുണ്ട്. എബ്രായലേഖനത്തിൽ 5 മുന്നറിയിപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ 5 ക്ലാസ്സുകൾ മിനിമം നമുക്ക് ഇതിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. എങ്കിൽ ഞാൻ ആ വേദവാക്യം ഒന്ന് പരിചയപ്പെടുന്നത് മാത്രമാണ്. എബ്രായലേഖനം 12-ന്റെ 25 മുതൽ 29 വരെ. അവിടുത്തെ മുന്നറിയിപ്പ് എന്താണെന്നറിയുമോ? ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ഹൃദയം വരുന്നതാണ് അവിടുത്തെ മുന്നറിയിപ്പ്. അതിൻ്റെ അപകടമാണ്. ദൈവത്തെ ത്യജിച്ചു കളയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ അങ്ങനെ പറയുന്നത്. ദൈവത്തെ ത്യജിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അങ്ങനെ മടുക്കുക, വേണ്ടാതെ വരിക, ത്യജിച്ചു കളയുക, ദൈവത്തിൻ്റെ വചനത്തോട് വിരക്തി ഉണ്ടാകുക. ഇങ്ങനെയൊക്കെ വരുന്ന മുന്നറിയിപ്പുകൾ ബൈബിളിലുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഉണർത്തിയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2-ാം ലോക മഹായുദ്ധത്തിൽ അവർ ആറ്റം ബോംബ് ഇടുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകി. അത് അവഗണിച്ചവർ അപകടത്തിലേക്ക് വന്നു, അവരങ്ങനെ നശിച്ചുപോയി. അതുപോലെ ഈ 1912 ഏപ്രിൽ മാസത്തിൽ ടൈറ്റാനിക് മുങ്ങിയതിനെ കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ടോ? ഈ ടൈറ്റാനിക് ഐസ് കട്ടയിൽ ഇടിച്ചാണ് മുങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഐസ് കട്ട അബദ്ധത്തിൽ ഇടിച്ചല്ല. അവർ കണ്ടതാണ്. കണ്ടിട്ട് അതിൻ്റെ നേരെ കപ്പൽ ഓടിച്ചതാണ്. മുന്നറിയിപ്പ് കിട്ടിയതാണ് അങ്ങോട്ടും പോകണ്ടാന്ന്. പക്ഷെ അവർ പറഞ്ഞത് മുങ്ങില്ലെന്ന് പറഞ്ഞാൽ പോയത്, പക്ഷെ മുങ്ങി. അപ്പോൾ 1500-ലധികം മനുഷ്യർ അറ്റ്ലാന്റിക്കിൻ്റെ തണുത്തുറഞ്ഞ ആ ഐസ് വാളികൾക്കിടയിലേക്ക് സ്രാവുകളുടെ ആഹാരമായി തീർന്നു. കാരണം എന്താണ്? മുന്നറിയിപ്പ് അവഗണിച്ചു പോയി. അപ്പോൾ നമ്മൾ എന്തിനാ ഇത് പഠിച്ചെന്നറിയോ? 2025 കോടഞ്ചേരിയിലെ ക്യാമ്പിലെ ആദ്യത്തെ സെഷനായിട്ട് ബൈബിളിലെ മുന്നറിയിപ്പുകൾ എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചത്. ബൈബിളിൽ ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് ബി സീരിയസ്, ഗൗരവമായിട്ട് എടുക്കുക. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞ വേദഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. മുന്നറിയിപ്പുകളെ ഗൗരവത്തിലെടുത്ത് ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.